ശബരിമലയിൽ നിന്ന് ഈ മണിക്കൂറിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വരുന്നത്. സന്നിധാനത്ത് ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞു കയറി അപകടം. 2 കുട്ടികൾ ഉൾപ്പെടെ 9 ഭക്തർ അപകടത്തിൽപ്പെട്ടു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിൽപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. സന്നിധാനം പോയിന്റിൽ തന്നെയാണ് ട്രാക്ടർ മഴയായതുകൊണ്ട് കൺട്രോൾ വിട്ട് ഇടിക്കുമായിരുന്നു. മൊത്തം 8 പേർക്കാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 പേര് സീരിയസ് ആണ്. ഒരു പയ്യനുള്ളത് അബ്ഡമൽ ഇഞ്ചുറിയാണ്. അബ്ഡമൽ ഇഞ്ചുറി ആയതുകൊണ്ട് അവരെ റെഫർ ചെയ്തിട്ടുണ്ട്. സ്കാനൊക്കെ ചെയ്ത് നോക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഒരു 69 വയസ്സുള്ള മെയിലാണ്. പുള്ളിക്കാരനെ റിബ് ഫ്രാക്ചറാണ്. പുള്ളിക്കാരനെയും ഒഫീഷ്യലി വിട്ടിട്ടുള്ള ഇവർ 2 പേരെയാണ്. പിന്നെ ഒരു ലേഡിയുണ്ട്. പുള്ളിക്കാരിക്ക് ഹിപ്പ് ഫ്രാക്ചറാണ്, പെൽവിക് ഇഞ്ചുറിയാണ്. പുള്ളിക്കാരി പക്ഷേ ഓർത്തോ സർജൻ നോക്കി വലിയ സീരിയസ് അല്ല, പക്ഷേ സ്ലാബ് ഇട്ട് എന്തായാലും ഒരു 6 വീക്സ് കിടക്കേണ്ടതായതുകൊണ്ട് ആ പുള്ളിക്കാരിയും റെഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി 5 പേരുള്ളത് അത്ര സീരിയസ് ഇഞ്ചുറി അല്ല. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, സന്നിധാനത്ത് നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഈ 3 പേരുടെ പരിക്കിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേട്ടു. എങ്ങനെയാണ് അപകടമുണ്ടായത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്ന് വൈകുന്നേരം 6:15 കൂടിയായിരുന്നു അപകടമുണ്ടായത്. ഇന്ന് സന്നിധാനത്ത് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേരം മഴ പെയ്തിരുന്നു. ആ മഴ പെയ്ത സമയത്താണ് ഈ ഒരു അപകടമുണ്ടായത്. ഈ ഒരു സ്വാമി അയ്യപ്പൻ റോഡിലെ യൂട്ടേൺ എന്ന സ്ഥലത്ത് വെച്ച് ഈ ഒരു ശുചീകരണ തൊഴിലാളികൾ വേസ്റ്റ് കൊണ്ടുവരുന്ന വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. അതായത് മഴ പെയ്ത് ചളി നിറഞ്ഞ റോഡിൽ നിയന്ത്രണം വിടുകയായിരുന്നു വാഹനം. അങ്ങനെ ഇടിച്ചു കയറുകയായിരുന്നു ഈ ഭക്തർക്കിടയിലേക്ക്. ഇപ്പോൾ പറഞ്ഞു കേട്ടതുപോലെ തന്നെ 8 പേർക്ക് ആണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 3 പേർക്ക് പരിക്ക് ഗുരുതരമാണ്. അവരെ ഉടൻ തന്നെ ഈ ഒരു സന്നിധാനത്തെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. വേണ്ട വൈദ്യസഹായം, അതായത് അടിയന്തര വൈദ്യസഹായം നൽകിയതിനു ശേഷം പിന്നീട് പമ്പയിലെ ആശുപത്രിയിലേക്കും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യുകയായിരുന്നു. ഈ ഒരു ട്രാക്ടറുമായി സംബന്ധിച്ച് സന്നിധാനത്ത് പലവിധ പരാതികൾ ഉയരുന്നു. കാരണം അമിത വേഗത്തിലാണ് ഈ ഒരു ട്രാക്ടർ സന്നിധാനത്തും മറ്റ് പരിസരങ്ങളിലും ഓടിക്കുന്നതെന്ന ഭക്തരുടെ അടക്കം പരാതി ഉയർന്നു നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. ഈ ഒരു ട്രാക്ടറിൽ അതായത് അനുവദനീയമായതിലധികം ശുചീകരണ തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് ഭക്തർ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ട്രാക്ടറിന്റെ ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ഒരു ട്രാക്ടറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ടറിൽ ലോഡ് കയറ്റി വരുമ്പോൾ തന്നെ മുൻഭാഗം മുഴുവൻ ലോഡ് കയറ്റുക, പിൻഭാഗത്തിൽ മുഴുവൻ ലോഡ് കയറ്റുക, അതായത് മുൻവശത്തേക്കുള്ള യാതൊരുവിധ കാഴ്ചയും കൃത്യമായി ഇല്ലാതെയാണ് സന്നിധാന പരിസരത്ത് ഈ ട്രാക്ടർ ഓടിക്കുന്നത് എന്നൊരു നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൃത്യമായ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതല്ല ഇത്തവണ അപകടത്തിന് കാരണമായത്. നിയന്ത്രണം വിടുകയായിരുന്നു. അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരം. അത് ഇടുക്കി സ്വദേശിയായ രാധാകൃഷ്ണൻ എന്ന വ്യക്തി, 69 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ പരിക്കേറ്റിട്ട്, അതായത് മലയാളികൾ ഉള്ളത്. അതിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളുണ്ട്, ഒപ്പം 2 തമിഴ്നാട് സ്വദേശികളും പിന്നെ ഒരു മലയാളിയുമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ആരുടെയും നില ഇപ്പോൾ അതീവ ഗുരുതരമെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ പരിക്ക് ഗുരുതരമാണ്. ഹിപ്പിന്, അതായത് ഇടുപ്പിലിനെ പരിക്കേറ്റ ഒരാളുണ്ട്, ഒപ്പം തന്നെ വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കൃത്യമായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട്. ചെറിയൊരു കുട്ടിക്ക് പരിക്ക് പറ്റുന്നുണ്ട്, പക്ഷേ അത് കാലിന് ചെറിയ നിസ്സാരമായ പരിക്കാണ്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഗ്യവശാൽ മരണങ്ങളിലേക്കും മറ്റും കടന്നില്ല എന്നത് വലിയ ഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം കനത്ത മഴയായിരുന്നു, നിയന്ത്രണം വിടുകയായിരുന്നു. ആ സമയത്ത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയതും ഇവിടെ നിന്ന് വൈദ്യസഹായം നൽകാൻ കഴിഞ്ഞതുമാണ് ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങളൊന്നും കടക്കാതിരുന്നത്. ഒരു മഴയാണ് വില്ലനായത് ഇത്തവണ. അതിൽ ശുചീകരണ തൊഴിലാളികളുടെ അശ്രദ്ധ എത്രത്തോളം ഉണ്ടെന്ന് അന്വേഷിക്കുമെന്നാണ് നമ്മോട് ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ഈ ഒരു അമിത വേഗതയിലുള്ള കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും. പല ഭാഗങ്ങളിലും പോലീസിനെ നിയമിച്ചുകൊണ്ട് അതിൽ അമിത വേഗതയുണ്ടോ അതിൽ പരിശോധന അടക്കം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം നമുക്ക് തരുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ രോഗികളുടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അവരുടെ നില എത്രത്തോളം ഭേദപ്പെട്ട് വരുന്നു, അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ സന്നിധാനത്ത് നിന്നും പരിക്കേറ്റ എല്ലാവരെയും പമ്പയിലേക്കും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ്. ശ്രീജ, സാരംഗ്, ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു കൊണ്ടുപോകുമ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? ശ്രീജ, ഇതിൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതായത് ഈ ഒരു പരിക്കേറ്റവരുടെ കൂടെ ആന്ധ്ര സ്വദേശികളുടെ കൂടെ അടക്കം അവരുടെ പ്രതികളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. അവരടക്കം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗൂർഖ, അതായത് പോലീസിന്റെ വാഹനത്തിലും ഫോറസ്റ്റിന്റെ വാഹനത്തിലും അടക്കമാണ് നിസ്സാരമായി പരിക്കേറ്റവരെ മാറ്റിയത്. മറ്റുള്ളവരെ ആംബുലൻസാണ് മാറ്റിയത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ, അതായത് മൊബൈൽ നമ്പർ അടക്കം ലഭിക്കുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെ അടക്കം വിവരങ്ങൾ അറിയിക്കും. ഈ ഒരു ആദ്യഘട്ടത്തിൽ എന്ന രീതിയിൽ
ഗുരുതരമായി പരിക്കേറ്റ ഈ ഒരു വാരിയലിനും ഒപ്പം ഇടുപ്പലിനും പരിക്കേറ്റ ഒപ്പം തന്നെ അങ്ങനെ ഫ്രാക്ചർ ഉണ്ടായിട്ടുള്ള വ്യക്തികളെയാണ് ആദ്യം ഇവിടെ നിന്ന് മാറ്റിയത്. ആദ്യം 3 പേരെയായിരുന്നു മാറ്റിയത്. അതിനുശേഷമായിരുന്നു പ്രയോറിറ്റി കുറഞ്ഞ, അതായത് നിസ്സാര പരിക്കുകൾ ഉണ്ടായിരുന്ന കുട്ടികളെ അടക്കം ഇവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് മാറ്റുകയായിരുന്നു. മാത്രമല്ല ഒരു ആംബുലൻസ് സഹായം, അതായത് ഇവിടുന്ന് ഒരു ആംബുലൻസ് പുറപ്പെട്ട് പമ്പയിലേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് വേണം പിന്നീട് അടുത്ത ഈ രോഗികളടക്കം, അതായത് പരിക്കേറ്റവരടക്കം എടുത്ത് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ സമയമെടുത്താണെങ്കിലും കൃത്യമായ വൈദ്യസഹായം, അതായത് പമ്പയിലെത്തി അവിടെ നിന്നും കൂടുതൽ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ, ആ സമയം വരെ കൃത്യമായ, അതായത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോവാത്ത രീതിയിലുള്ള ഒരു വൈദ്യസഹായം നൽകി. അതായത് ഓർത്തോപീഡിക് സർജൻ അടക്കം, ഓർത്തോപീഡിക് ഡോക്ടറും ഒപ്പം തന്നെ സർജനും എല്ലാവരും ഇവിടെ നിന്ന് കൺസൾട്ട് ചെയ്ത് എക്സ്റേ അടക്കം എടുത്ത് കൂടുതൽ ഫ്രാക്ചർ ഉള്ളവർക്ക് ഒരു പ്ലാസ്റ്റർ അടക്കം ഇട്ടിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മൊത്തം പേരെയും മാറ്റിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരുടെയും നില അത്ര കണ്ട് ഗുരുതരമല്ലാത്ത രീതിയിലായിരുന്നു എന്നാണ് ഡോക്ടർ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. പലരുടെയും ഫ്രാക്ചർ, അതായത് കൂടുതൽ ബെഡ് റെസ്റ്റും മറ്റും വേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ, അതായത് മെഡിക്കൽ കോളേജിൽ മാറ്റിയിരിക്കുകയാണ്. മറ്റ് ഇപ്പോൾ ആശങ്കപ്പെടുത്താത്ത ഒരു സാഹചര്യമാണ്, അതായത് വലിയൊരു ഗുരുതരമായ ശരി സാറാണ് നൽകിയത്. ശബരിമല സന്നിധാനത്ത് നിന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. 3 പേരുടെ നില അല്പം ഗൗരവമുള്ളതാണ്. ബാക്കിയുള്ളവരുടെ നില അത്ര പ്രശ്നമുള്ളതല്ല. അവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്.